സുഹൃത്തുക്കളെ, ആഗോള ചെസ് ബോർഡിലെ വൻ ശക്തികളുടെ വമ്പൻ നീക്കങ്ങളാണ് ഇന്നത്തെ വിഷയം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വെറുമൊരു ഫൈറ്റർ ജെറ്റ് ഡീലല്ല, മറിച്ച് അമേരിക്ക, ടർക്കി, റഷ്യ, പാകിസ്ഥാൻ, ചൈന, ഇന്ത്യ ഈ 6 ആഗോള വൻ ശക്തികളെയും ഒരേ സ്ട്രാറ്റജിക് ബോർഡിൽ കൊണ്ടുവരുന്ന അതീവ സങ്കീർണമായ ഒരു ജിയോ പൊളിറ്റിക്കൽ ഗെയിമിനെ കുറിച്ചാണ്. വാർത്തകളുടെ കേന്ദ്രബിന്ദു ഇതാണ്: അമേരിക്ക തുർക്കിക്ക് വീണ്ടും തങ്ങളുടെ അത്യാധുനിക F-35 സ്റ്റെൽത്ത് ഫൈറ്റർ നൽകാനുള്ള വഴി തുറക്കാൻ പോകുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയൊരു ക്യാച്ച് ഉണ്ട്. തുർക്കിയുടെ കൈവശമുള്ള റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാവി എന്താകും എന്നത്. വാഷിങ്ടണിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്: F-35 വേണമെന്നുണ്ടെങ്കിൽ S-400 പ്രശ്നം പരിഹരിക്കണം. ഇവിടെയാണ് പാകിസ്ഥാൻ ആവേശഭരിതരാകുന്നത്. തുർക്കിക്ക് S-400 വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അത് പാകിസ്ഥാനിലേക്ക് പോകുമോ എന്നൊരു ശക്തമായ അനുമാനം പ്രതിരോധ മേഖലയിൽ ഉയരുന്നുണ്ട്. ഇസ്ലാമാബാദിനെ സംബന്ധിച്ചത് വലിയൊരു സ്ട്രാറ്റജിക് സ്വപ്നമാണ്. കാരണം ഇന്ത്യക്കും ചൈനയ്ക്കും S-400 ഉണ്ട്, പക്ഷേ പാകിസ്ഥാൻ ഇല്ല. അതുകൊണ്ട് തുർക്കിയുടെ ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള S-400 തങ്ങൾക്ക് കിട്ടുക എന്നത് പാകിസ്ഥാന് വലിയൊരു അവസരമാണ്. എന്നാൽ ചോദ്യം ഇതാണ്: ഇതത്ര എളുപ്പം നടക്കുമോ? റഷ്യ ഇതിന് സമ്മതിക്കുമോ? അതോ മോസ്കോ ഈ വിഷയത്തെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ബാർഗെയിനിങ് ടൂളായിട്ട് ഉപയോഗിക്കുമോ? ഒരു ഡിഫൻസ് എക്സ്പേർട്ടിൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കിത് ആഴത്തിൽ നിന്ന് പരിശോധിക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ വളരെ സങ്കീർണമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് തുർക്കിയുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും F-35ൻ്റെ അനിവാര്യതയും എന്താണെന്നൊന്ന് പരിശോധിക്കാം. തുർക്കിയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. തുർക്കി ഈ F-35 പ്രോഗ്രാമിൽ വെറും ഒരു കസ്റ്റമർ മാത്രമായിരുന്നില്ല, മറിച്ച് F-35 പ്രോഗ്രാമിൻ്റെ ഒരു ഔദ്യോഗിക പാർട്ട്ണർ കൺട്രി ആയിരുന്നു. അതിൻ്റെ സപ്ലൈ ചെയിനിലും പൈലറ്റ് ട്രെയിനിങ്ങിലും തുർക്കി വളരെ സജീവമായിട്ട് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്ന് S-400 വാങ്ങാനായിട്ട് തുർക്കി തീരുമാനിച്ചതോടെ അമേരിക്ക ഇതിനെ വലിയൊരു സെക്യൂരിറ്റി റിസ്ക് ആയിട്ട് പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ യഥാർത്ഥ ഭയം എന്തായിരുന്നു? F-35ൻ്റെ അതീവ രഹസ്യമായ സ്റ്റെൽത്ത് പ്രൊഫൈൽ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, റഡാർ ബിഹേവിയർ എന്നിവ ഒരേ രാജ്യത്ത് പ്രവർത്തിക്കുന്ന റഷ്യൻ S-400 എൻവയൺമെൻറ്റിൽ എക്സ്പോസ് ആകുമോ എന്നതായിരുന്നു വാഷിങ്ടണിൻ്റെ കോർ ഭയം. തുർക്കി ഒരു നാറ്റോ അംഗമാണെന്നുണ്ടെങ്കിലും S-400 ഒരു റഷ്യൻ സിസ്റ്റമാണ്. അങ്ങനെ 2019 തുർക്കി F-35 പ്രോഗ്രാമിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഒപ്പം കാറ്റ്സ ഉപരോധങ്ങളും വന്നു. F-35 പ്രോഗ്രാമിന് വേണ്ടി തുർക്കി ഇൻവെസ്റ്റ് ചെയ്ത പൈസ അമേരിക്കയോട്ട് തിരിച്ചു കൊടുത്തുമില്ല. പക്ഷേ ഇപ്പോൾ ട്രംപ് ഭരണകൂടം തുർക്കിയുമായിട്ടുള്ള ബന്ധം ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ കാരണം തുർക്കി വെറും ഒരു സാധാരണ നേറ്റോ രാജ്യമല്ല. ബ്ലാക്ക് സീ, മെഡിറ്ററേനിയൻ, മിഡിൽ ഈസ്റ്റ്, കൊക്കാസസ്, യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം തുർക്കിയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നേറ്റോയ്ക്ക് അത്യന്തം നിർണായകമാണ്. ഇതുകൂടാതെ നേറ്റോയിലെ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് അമേരിക്കയുടെ ബന്ധം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണത്. അപ്പോൾ ട്രംപിന് ഒരു പിടിവള്ളി വേണം. ഇനി ഈ F-35 തുർക്കിക്ക് ഇത്ര പ്രധാനമാകാനുള്ള 3 കാരണങ്ങൾ കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം തുർക്കിയുടെ റീജിയണൽ എയർ പവർ ബാലൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഗ്രീസ് ഇപ്പോൾ F-35 വാങ്ങുന്ന വഴിയിലാണ്. ഇസ്രായേൽ ആകട്ടെ ഇതിനകം തന്നെ വളരെ ശക്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഈ പ്രോഗ്രാമിൽ നിന്ന് തുർക്കി പുറത്തായാൽ അവർ വ്യോമശക്തിയിൽ ഒരുപാട് പിന്നിലാവും. രണ്ടാമതായിട്ട് കാൻ ഫാക്ടർ. തുർക്കിയുടെ സ്വന്തം 5th ജനറേഷൻ ഫൈറ്ററായിട്ടുള്ള കാൻ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അതിൻ്റെ എൻജിൻ അമേരിക്ക എന്ന് പറയണം. റഡാർ, സെൻസർ ഫ്യൂഷൻ, സ്റ്റെൽത്ത് കോട്ടിംഗ് ഇതെല്ലാം മെച്യൂർ ആകാനായിട്ട് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് കാൻ ഒരു ദീർഘകാല സ്വപ്നമാണെങ്കിൽ F-35 എന്ന് പറയുന്നത് അവരുടെ പെട്ടെന്നുള്ള ആവശ്യമാണ്. മൂന്നാമതായിട്ട് നേറ്റോ എക്കോസിസ്റ്റം. F-35 എന്ന് പറയുന്നത് വെറുമൊരു വിമാനമല്ല, അത് നാറ്റോയുടെ നെറ്റ്വർക്ക്ഡ് വാർഫെയർ എക്കോസിസ്റ്റത്തിലേക്കുള്ള ഒരു എൻട്രി ടിക്കറ്റാണ്. അതുകൊണ്ട് തുർക്കിക്ക് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ മതിയാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് തുർക്കിയുടെ മുന്നിലുള്ള 3 ഓപ്ഷനുകളും ഇതിൻ്റെ പാകിസ്ഥാൻ ആംഗിളും ഒന്ന് പരിശോധിച്ചിട്ട് പോകാം. S-400 പ്രശ്നം പരിഹരിക്കാനായിട്ട് തുർക്കിയുടെ മുമ്പിൽ 3 വഴികളാണ് ഉള്ളത്. അതിൽ ഓപ്ഷൻ 1 എന്ന് പറയുന്നത് S-400 റഷ്യക്ക് തന്നെ തിരിച്ചു നൽകുക. ഇത് സാങ്കേതികമായിട്ട് എളുപ്പമാണെന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഉർദുഗാൻ ഇത് തുർക്കിയുടെ പരമാധികാര തീരുമാനമാണെന്നാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തിരികെ നൽകിയാൽ
അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എർദോഗന്റെ തോൽവിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. രണ്ടാമത്തെ ഓപ്ഷൻ ഇതിനെ പെർമനൻ്റ്ലി ഡീആക്ടിവേറ്റ് ചെയ്ത് സ്റ്റോറേജിൽ വയ്ക്കുക. ഇവിടെ ശ്രദ്ധേയമായ കാര്യം എന്താണെന്ന് വെച്ചാൽ തുർക്കിയുടെ S-400 ഇതുവരെ ഫുൾ ആക്റ്റീവ് ഓപ്പറേഷൻ സർവീസിൽ എത്തിയിട്ടില്ല. അത് ഇൻവെൻട്രിയിലുണ്ട്, പക്ഷേ നേറ്റോ നെറ്റ്വർക്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ വാഷിങ്ടണിന് വെറുമൊരു ഡീആക്ടിവേഷൻ മതിയോ അതോ കൈവശം വയ്ക്കുന്നത് തന്നെ പ്രശ്നമാണോ എന്നത് കണ്ടറിയണം. മൂന്നാമത്തെ ഓപ്ഷനാണ് S-400 മറ്റൊരു മൂന്നാം രാജ്യത്തിന് കൈമാറുക. ഇവിടെയാണ് പാകിസ്ഥാൻ ആംഗിൾ വരുന്നത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കയ്യിൽ നിന്നും നട്ടലിനടി കിട്ടിയതിന് ശേഷം വളരെ ശക്തമായിട്ടൊരു ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അന്വേഷിക്കുന്ന സമയമാണത്. തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്ത പ്രതിരോധ ബന്ധം കാരണം ഈ സാധ്യത വളരെ ശക്തമായിട്ട് ചർച്ചയാകുന്നുമുണ്ട്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ തടസ്സം. റഷ്യൻ ആയുധ കയറ്റുമതി കരാറുകളിൽ ശക്തമായ എൻഡ് യൂസർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് തുർക്കിക്ക് ഇത് മറ്റൊരു രാജ്യത്തിന് കൈമാറണമെന്നുണ്ടെങ്കിൽ മോസ്കോയുടെ ലിഖിതമായ അനുമതി വേണം. അപ്പോൾ നമുക്ക് റഷ്യയുടെ തന്ത്രവും ഇന്ത്യക്ക് മേലെയുള്ള ലിവറേജും കൂടി ഒന്ന് പരിശോധിക്കാം. റഷ്യ പാകിസ്ഥാനിലേക്ക് S-400 പോകാൻ അനുമതി നൽകുമോ? ഇവിടെയാണ് റിയൽ ജിയോ പൊളിറ്റിക്സ് കടന്നു വരുന്നത്. റഷ്യക്ക് പാകിസ്ഥാനുമായിട്ടൊരു ലിമിറ്റഡ് ഡിഫൻസ് എൻഗേജ്മെൻറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടാകാം. സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയെ മാത്രം ആശ്രയിക്കുന്ന പഴയ മോഡലിൽ നിന്ന് റഷ്യയും ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ മറുവശത്ത് ഇന്ത്യ റഷ്യ ഡിഫൻസ് റിലേഷൻഷിപ്പ് അതിശക്തമാണ്. സുഖോയ് 30 MKI വിമാനങ്ങൾ, T-90 ടാങ്കുകൾ, എയർക്രാഫ്റ്റ് കാരിയർ, സബ്മറീനുകൾ, ബ്രഹ്മോസ്, ന്യൂക്ലിയർ സഹകരണം, ഇതെല്ലാം ഇരു രാജ്യങ്ങളുടെയും തന്ത്രപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പാകിസ്ഥാൻ S-400 നൽകാൻ റഷ്യ അനുമതി നൽകിയാൽ ന്യൂഡൽഹി അത് വലിയൊരു ചതിയായിട്ട് കാണും. അതുകൊണ്ട് തന്നെ റഷ്യ അത്ര എളുപ്പത്തിൽ ഗ്രീൻ സിഗ്നൽ നൽകില്ല. അപ്പോൾ നമുക്ക് റഷ്യയുടെ സബ്റ്റിൽ സിഗ്നലിങ്ങും സുഖോയ് 57 ഓഫറും കൂടി ചേർത്തൊന്ന് വായിച്ചാലോ? റഷ്യ ഒരുപക്ഷെ പാകിസ്ഥാൻ കാർഡ് കാണിച്ച് ഇന്ത്യയെ നേരിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യില്ല, പകരം വളരെ പരോക്ഷമായ സന്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. സൗത്ത് ഏഷ്യയിൽ ഞങ്ങൾ എല്ലാവരുമായിട്ടും ബന്ധം വികസിപ്പിക്കും. ഇന്ത്യ നിലവിൽ നേരിടുന്ന 5th ജനറേഷൻ ഫൈറ്റർ ഗ്യാപ്പ് നികത്താനായിട്ട് ഞങ്ങൾ സുഖോയ് 57 ജോയിൻറ്റ് പ്രൊഡക്ഷനും ടെക്നോളജി കോഓപ്പറേഷനും തയ്യാറാണ് എന്നൊക്കെ. അതായത് ഇന്ത്യ പൂർണ്ണമായിട്ട് വെസ്റ്റിലേക്ക് നീങ്ങി റഷ്യയെ സൈഡ് ലൈൻ ചെയ്താൽ മോസ്കോ പാകിസ്ഥാൻ പോലെയുള്ള ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് മേൽ സ്ട്രാറ്റജിക് പ്രഷർ സൃഷ്ടിക്കും എന്ന സൂചനയാണ് ഇത്. ഇന്ത്യയുടെ തനത് 5th ജനറേഷൻ വിമാനമായിട്ടുള്ള ആംക വരാനായിട്ട് സമയമെടുക്കും. ചൈനയ്ക്ക് നിലവിൽ J-20 ഉണ്ട്, പാകിസ്ഥാൻ J-35 നോക്കുന്നു. ഈ ഗ്യാപ്പ് മനസ്സിലാക്കിയാണ് റഷ്യ ഇന്ത്യക്ക് മുമ്പിൽ സുഖോയ് 57 പിച്ച് ശക്തമാക്കുന്നത്. ഇവിടെ ഇന്ത്യക്കും കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ട്. കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യ പരിഭ്രാന്തരാകാറില്ല, പരസ്യ പ്രസ്താവനകൾ നടത്തുകയുമില്ല. ഡൽഹി എപ്പോഴും ഒരു ക്വയറ്റ് ഡിപ്ലോമസിയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 4 കാൽക്കുലേഷൻസ് ഇങ്ങനെയായിരിക്കും. ഒന്ന്, പാകിസ്ഥാൻ S-400 നൽകുന്നത് പരസ്പര വിശ്വാസത്തെ ബാധിക്കുമെന്നും സൗത്ത് ഏഷ്യൻ എയർ ബാലൻസിനെ തകർക്കുമെന്നും റഷ്യയെ ഡിസ്ക്രീറ്റായിട്ട് ഇന്ത്യ ധരിപ്പിക്കും. രണ്ടാമതായിട്ട്, തുർക്കി പാകിസ്ഥാൻ ഡിഫൻസ് ആക്സസ് ഇന്ത്യ ഇതിനകം തന്നെ നല്ല ശക്തമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. തുർക്കിയുടെ നീക്കങ്ങൾ ഇന്ത്യ കൂടുതൽ കർശനമായിട്ട് മോണിറ്റർ ചെയ്യും. മൂന്നാമതായിട്ട്, അമേരിക്ക പാകിസ്ഥാനിലേക്ക് S-400 പോകുന്ന രീതിയിലാണ് തുർക്കി പ്രശ്നം പരിഹരിക്കുന്നത് എങ്കിൽ ഇന്ത്യ അത് അമേരിക്കയുടെ ഇൻഡോ പസഫിക് സ്ട്രാറ്റജിക്ക് വിരുദ്ധമായിട്ട് ചൂണ്ടിക്കാണിക്കും. ചൈനയെ ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ത്യയെ കൂടെ നിർത്തുന്ന അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ്റെ കയ്യിൽ റഷ്യൻ മിസൈൽ എത്തുന്നത് തലവേദനയായിട്ട് മാറും. നാലാമതായിട്ട്, ചൈനയുടെ കൈവശം ഇതിനകം തന്നെ S-400 ഉണ്ട്. അതുകൊണ്ട് ടെക്നോളജി കോപ്പി ചെയ്യൽ ചൈനയുടെ ലക്ഷ്യമല്ല. മറിച്ച് പാകിസ്ഥാനിൽ ഈ സിസ്റ്റം വന്നാൽ അവരുടെ തനത് വ്യോമ പ്രതിരോധ ശൃംഖലയുമായിട്ട് റഷ്യൻ S-400 എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്ന തത്സമയ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് ചൈന പഠിച്ചെടുക്കും. ഇതാണ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ S-400 കിട്ടിയാൽ അത് ഇന്ത്യക്ക് ഒരു ഗെയിം ഓവറൊന്നുമല്ല. പക്ഷേ നമ്മുടെ സ്ട്രൈക്ക് പ്ലാനിങ്ങിലും ഇലക്ട്രോണിക് വാർഫെയറിലും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. എന്നാൽ പാകിസ്ഥാനും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. കാരണം റഷ്യയുടെ അപ്രൂവൽ വേണം, റഷ്യൻ ടെക്നിക്കൽ സപ്പോർട്ടും സ്പെയർ പാർട്സും വേണം. ഫണ്ടിൻ്റെ ദൗർലഭ്യം നേരിടുന്ന പാകിസ്ഥാന് ഇത്രയും ഹൈ എൻഡ് സിസ്റ്റം നിലനിർത്തുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാകുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇത് തുർക്കിയുടെ വെറും ഒരു F-35 ഡീലിൻ്റെ കഥയല്ല. ഇത്
ഉപയോഗിക്കാത്ത ഒരു S-400 സിസ്റ്റം എങ്ങനെ സൗത്ത് ഏഷ്യൻ സുരക്ഷാ ചർച്ചകളുടെ കേന്ദ്രത്തിലെത്തുന്നു എന്നതിൻ്റെ കഥയാണ്. ഇന്ത്യയെ തങ്ങളുടെ എക്കോസിസ്റ്റത്തിൽ നിലനിർത്താനായിട്ട് റഷ്യ നടത്തുന്ന തന്ത്രങ്ങളുടെ കഥയാണ്. അമേരിക്ക തുർക്കിയെ തിരികെ പിടിക്കാൻ നോക്കുന്നതിൻ്റെയും ഇന്ത്യ തങ്ങളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും കഥയാണ്. ഇന്ത്യക്ക് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ ഗെയിം വളരെ സൂക്ഷ്മതയോടെ വായിക്കണം. കാരണം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിക്കാത്ത ഒരു മിസൈൽ സിസ്റ്റം പോലും ഉപയോഗിക്കുന്ന ആയുധത്തെക്കാൾ വലിയൊരു ഡിപ്ലോമാറ്റിക് ആയുധമായിട്ട് മാറിയേക്കാം. ഇതാണ് ഇന്നത്തെ വാർത്തയുടെ യഥാർത്ഥ സ്ട്രാറ്റജിക് അർത്ഥം. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.